ചമ്പക്കുളം ബസിലിക്ക ഇടവക ധാരാളം വൈദികർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു ഇടവകയാണ്. ആഴമായ വിശ്വാസ സമൂഹമുള്ള ഇടങ്ങളിൽ ഒക്കെ നമുക്ക് ധാരാളമായി ദൈവവിളികൾ കാണാൻ സാധിക്കും. വിശ്വാസം കുറയുന്നതിനനുസരിച്ച് ദൈവവിളികളുടെ കുറവും കാണുവാനായിട്ട് കഴിയും. നമ്മൾ വീണ്ടും നമ്മുടെ ഒരു മകൻ കൂടി കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നു എന്ന സന്തോഷത്തിലാണ്. കുന്നിച്ചിറ തോമസ് ശംശാന ദീർഘനാളത്തെ പരിശീലനത്തിന് ശേഷം കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഇന്ന് കടന്നു വരികയാണ്. തോമസിൻ്റെ പിതാവ് ജോസഫ് കുട്ടി, അമ്മ പുഷ്പമ്മ, സഹോദരങ്ങളായ ജിസ്മോൾ, ജോജോ, അവരുടെ കുടുംബത്തെയും നമുക്കൊത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഓർക്കാം. അവരുടെയും വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ മകൻ്റെ ദൈവവിളി. വിശ്വാസം ജീവിക്കുന്ന കുടുംബങ്ങളും ഇടവക സമൂഹങ്ങളുമൊക്കെയാണ് ഒരാളുടെ ദൈവവിളിയുടെ അടിസ്ഥാനമായിട്ട് മാറുന്നത്. നമ്മുടെ ഡീക്കനെ പരിശീലിപ്പിച്ചവരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. അദ്ദേഹം കുറിച്ചി സെമിനറിയിൽ ചമ്പക്കുളത്ത് സ്കൂളിൽ പഠിച്ചതിന് ശേഷം കുറിച്ചി നിരണം സെമിനറികളിൽ പ്രാഥമിക പരിശീലനം നേടി. ഫിലോസഫി പഠിച്ചത് ഉജ്ജയിനിലാണ്. വടവാതൂർ സെമിനറിയിലാണ് തിയോളജി പഠനം പൂർത്തിയാക്കിയത്. അവിടെയെല്ലാം അദ്ദേഹത്തെ ത്യാഗപൂർവ്വം പരിശീലിപ്പിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഗുരുക്കന്മാരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബിനുണ്ടായ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ആകാശത്തിലേക്ക് നീട്ടിവച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ കാലുകളെല്ലാം ഭദ്രമായി ഭൂമിയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ കോവണിയിലൂടെ മാലാഖമാര് മുകളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും എല്ലാം ചെയ്യും. അവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ കോവണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ആ കോവണിയുടെ മുകളിൽ ആകാശത്തിൽ നിന്ന് ദൈവം യാക്കോബിന് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകുന്നു. നിനക്ക് നിന്റെ സന്തതികളെ പൂഴിയിലെ മണൽത്തരികൾ പോലെ വർദ്ധിപ്പിക്കും, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം നൽകുകയാണ്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു, കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. അദ്ദേഹം ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിടുന്നുവെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഫുൾട്ടൻ ജെ ഷീൻ തൻ്റെ പ്രശസ്തമായ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ എന്ന പുസ്തകത്തിൽ പറയുന്നു, ഒരു വൈദികൻ ഈ യാക്കോബ് സ്വപ്നത്തിൽ കണ്ട കോവണി പോലെയാണ്. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് വൈദികൻ. അതേസമയം പാദങ്ങളൊക്കെ ഭൂമിയിൽ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് കൃപകൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു വൈദികൻ്റേത്. അതേസമയം അദ്ദേഹം ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ രണ്ട് മാനങ്ങളും ഒരുപോലെ സമന്വയിപ്പിക്കുമ്പോഴാണ് ഒരു വൈദികൻ്റെ ജീവിതം സാർത്ഥമാകുന്നത് എന്ന് പറയാൻ സാധിക്കും. ആകാശത്ത് ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ കോവണി നിലംപതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്കാണ് സാധാരണ മനുഷ്യരായ ഈ വൈദികരെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ
കർത്താവിന് നമ്മളെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് കർത്താവുമായി ഒരു നല്ല ബന്ധമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൈമസി നമ്മൾ നൽകുന്നത് കർത്താവിന് തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹെബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. പൗരോഹിത്യത്തെക്കുറിച്ച് പറയുകയാണ് അവിടെ. ദൈവത്താൽ വിളിക്കപ്പെട്ടല്ലാതെ ആർക്കും കടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നിരന്തരമായിട്ട് അന്വേഷിച്ചറിയുകയും ചെയ്യുന്നവനാണ് ഒരു പുരോഹിതൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവേഷ്ടം എന്താണെന്നറിയാൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവനാണ് ഒരു പുരോഹിതൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും ഏറെ വേദന നൽകുന്ന ഒരു വചനഭാഗം, വളരെയേറെ കഷ്ടപ്പെട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാനാൻ ദേശത്തിൻ്റെ അതിരുവരെ എത്തിച്ച മോശയോട് കർത്താവ് പറയുകയാണ്, നീ കാനാൻ ദേശത്ത് കാലുകുത്തുകയില്ല. നമുക്കത് വായിക്കുമ്പോൾ സങ്കടം തോന്നും. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഈ മോശ. ആ ജനം എന്തെല്ലാം പറഞ്ഞു മോശെ. എന്നിട്ടും പാവം മനസ്സില്ലാ മനസ്സോടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവരെ നയിച്ചു. അദ്ദേഹത്തിന് കാനാൻ ദേശത്തൊന്ന് കാലുകുത്തിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചാൽ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അതിൻ്റെ കാരണമായിട്ട് കർത്താവ് പറയുന്നത് എന്താണ്? മാറായിൽ വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ നീ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചില്ല. നമ്മളുടനെ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് പോകും. ഇതെന്താ സംഭവിച്ചത് മാറായിൽ? അവിടെ സംഭവിച്ചത് എന്താണ്? ജനം വെള്ളത്തിന് വേണ്ടിയിട്ട് വഴക്ക് പിടിക്കുകയാണ്. അവർക്ക് ദാഹിക്കുന്നു. അവർ ദൈവത്തിൻ്റെ ജനമാണെന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. അവർ പഴയ അടിമ മനസ്സോടുകൂടി തന്നെ ജീവിക്കുകയാണ്. അവർക്ക് നല്ല ഭക്ഷണം കിട്ടണം, അവർക്ക് വെള്ളം കിട്ടണം, അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ അവർ കലഹിക്കുകയാണ്. അപ്പോൾ അവർ മോശയോടും അഹരോനോടും കലഹിച്ചു. വളരെ കഠിനമായ പദങ്ങളാണ് ഉപയോഗിച്ചത്. മോശയും അഹരോനും കൂടെ എന്നെ എടുക്കാനാ വാഗ്ദത്ത കൂടാരത്തിന് മുമ്പിൽ കമന്ന് വീണു. ഈ ജനത്തെ കണ്ടില്ലേ, നീ എന്തേലും ചെയ്യ് ദൈവമേ എന്ന് പറഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശെ നീ വടി കയ്യിലെടുക്കുക, പാറയോട് ആജ്ഞാപിക്കുക. ഇതാണ് പറഞ്ഞത്. വടി കയ്യിലെടുക്കുക, പാറയോട് ആജ്ഞാപിക്കുക. മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം, മോശ ക്ഷിപ്രകോപിയാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ജനത്തോടെല്ലാം കലിപ്പാണ്, അരിശമാണ്. അപ്പോൾ മോശ ജനത്തോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് ധിക്കാരികളെ, നിങ്ങൾക്ക് ഞാൻ വെള്ളം തരണമെന്നോ എന്നൊക്കെ പറഞ്ഞ് അരിശപ്പെട്ട ആ വടി കൊണ്ട് പാറക്കെട്ട് രണ്ടങ്ങോട്ട് അടിച്ചു. വെള്ളം വന്നു, ജനമെല്ലാം ദാഹിച്ച് തൃപ്തരായി. പക്ഷേ ദൈവം മോശയോട് പിണങ്ങി എന്ന് പറഞ്ഞാൽ ദൈവം മോശയോട് കോപിച്ചു. കാരണം എന്താ? ഞാൻ നിന്നോട് പറഞ്ഞത് എന്താണ്? വടി കയ്യിലെടുക്കുക, പാറയോട് ആജ്ഞാപിക്കുക. നീ എന്താണ് ചെയ്തത്? നീ വടി കൊണ്ട് പാറക്കെട്ടങ്ങ് അരിശപ്പെട്ട് അടിച്ചു. ഇതാണ് കാര്യം. ഈ കാര്യത്തിൻ്റെ പേരിലാണ് മോശയെ കർത്താവ് ശിക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്ക് എന്നാ ക്രൂരതയാണ് കാണിച്ചത് ദൈവത്തിൻ്റെ ആ ശിക്ഷ യഥാർത്ഥത്തിൽ മോശ എന്നുള്ള വ്യക്തിക്കുള്ളതല്ല. കാരണം മോശയ്ക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. മോശ എത്ര സമാധാനത്തോടെയാണ് പിൻവാങ്ങുന്നതെന്നൊക്കെ നമ്മൾ സംഖ്യയുടെ പുസ്തകം 27 വായിക്കുന്നുണ്ട്. എത്ര സമാധാനത്തോടെയാണ് അദ്ദേഹത്തിന് അത് പ്രശ്നമുള്ള. ദൈവം അതൊരു അടയാളം കൊടുക്കുകയാണ് ജനത്തിന്. എന്താണ്? എൻ്റെ വാക്ക് അത് തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ എന്തെല്ലാം സാഹചര്യം ഉണ്ടെങ്കിലും എൻ്റെ വാക്കനുസരിച്ച് ജീവിക്കണം. എൻ്റെ വാക്ക് വള്ളിപുള്ളി മാറ്റാൻ നിങ്ങൾക്ക് അവകാശമില്ല. അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് പ്രൈമസി ഓഫ് ഗാഡ്സ് വേർഡ്. ദൈവവചനത്തിൻ്റെ ഒരു പ്രൈമസി ഉണ്ട്. അത് മറന്ന് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് പുരോഹിതനാകുന്ന കോവണിയുടെ മേലത്തെ അഗ്രം സ്വർഗത്തിൽ തന്നെയാണോ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്? നിരന്തരമായിട്ട് പുരോഹിതൻ ആത്മശോധന ചെയ്യണം. കാരണം സ്വർഗത്തിലല്ല ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതം പലപ്പോഴും വ്യർത്ഥമായിട്ട് മാറുകയാണ്. അതോടൊപ്പം
ഈ കോവണി ഉറപ്പിച്ചിരിക്കുന്നത് ഭൂമിയിലാണ്. മനുഷ്യരോടുള്ള ബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുരോഹിതൻ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാനുള്ളവനാണ്. നമ്മുടെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കാനുള്ളവരാണ്. നമ്മുടെ കർത്താവ് ജനത്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും മധ്യത്തിൽ ഏക മധ്യസ്ഥനായിരിക്കുന്നത് പോലെ ആ ഏക മധ്യസ്ഥനെയാണ് ഒരു വൈദികൻ ജനത്തിൻ്റെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ മോശ മലമുകളിലേക്ക് പോയി ജനത്തിനു വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മോശയുടെ കൈ ഉയർന്നു നിന്നപ്പോഴെല്ലാം ജനം ജയിച്ചു. മോശയുടെ കരങ്ങൾ താഴ്ന്നു പോയപ്പോൾ ജനം തോറ്റു എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പുരോഹിതൻ്റെ കരങ്ങൾ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിരന്തരം ഉയരേണ്ടതാണ്. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ജനം ചിലപ്പോൾ തോറ്റുപോകും. നമ്മുടെ ജനം തോൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പുരോഹിതനുമുണ്ട്. പുരോഹിതൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരാത്തത് കൊണ്ട് ജനം തോറ്റുപോകുന്നുണ്ട്. അതുകൊണ്ട് ജനത്തിൻ്റെ ആഗ്രഹങ്ങളും ജനത്തിൻ്റെ താല്പര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കാനും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും പുരോഹിതന് വലിയ കടമയുണ്ട്. ജനത്തെ ഒരു സമൂഹമാക്കി മാറ്റാൻ, അവരെ ഒരുമിപ്പിക്കാൻ, അവരെ ഒരു കൂട്ടായ്മയാക്കാൻ. ചിലപ്പോൾ അതിനകത്ത് കളകൾ കാണും, നല്ല വിത്തും കാണും, കളയും കാണും. ഇത് രണ്ടും ഒരുമിച്ച് വളരട്ടെ എന്നാണ് ദൈവം പറയുന്നത്. കാരണം കളകളെല്ലാം പറിച്ചെറിഞ്ഞ് കളഞ്ഞാൽ ചിലപ്പോൾ ഈ കള നല്ലതായാലോ, കള ചിലപ്പോൾ നാളെ മാനസാന്തരപ്പെട്ട് നല്ലതാകും. അതുകൊണ്ട് അവനെയും നമ്മൾ മാറ്റി നിർത്താനായിട്ട് പാടില്ല. അവനെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനുള്ള വലിയ കടപ്പാടുണ്ട്. അവിടെ പുരോഹിതന് 2 പ്രലോഭനങ്ങളുണ്ട്. ഒന്ന്, തന്നിലേക്ക് തന്നെ ചുരുങ്ങി ജനത്തെ എല്ലാം ഒഴിവാക്കി തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളുമായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രലോഭനം. ജനത്തോട് ബന്ധമില്ലാത്ത പുരോഹിതൻ അതൊരു വലിയ ദുരന്തമാണ്. തന്നിലേക്ക് തന്നെ ചുരുങ്ങി തൻ്റെ ഇഷ്ടങ്ങളുടെയും തൻ്റെ താല്പര്യങ്ങളുടെയും തടവറയിൽ കഴിയുന്ന ഒരു വൈദികൻ. രണ്ടാമത്തെ പ്രലോഭനം ജനത്തെ ദൈവമാക്കാനുള്ളതാണ്. ജനം മാത്രമേ ഉള്ളൂ, ദൈവമില്ല എന്നുള്ള ചിന്തയിൽ ജനത്തെ ദൈവമാക്കാനുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനാണ് നമ്മൾ സെക്യുലറിസം എന്നൊക്കെ പറയുന്നത്. ദൈവമില്ലാത്ത ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഉള്ള പരിശ്രമങ്ങൾ വിവിധ സംസ്കാരങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ മാത്രമേ ഉള്ളൂ, മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും അളവുകോല്. ധാർമ്മികതയുടെയും നന്മയുടെയും എല്ലാത്തിൻ്റെയും അളവുകോല് മനുഷ്യനാണ്. മനുഷ്യന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പുരോഹിതൻ ഒരു കേവലം സാമൂഹിക പ്രവർത്തകനോ അല്ലെങ്കിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ ഒരു നേതാവോ ഒക്കെ മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. ദൈവിക ശക്തിയില്ലാത്ത ഒരു സാധാരണ വ്യക്തിയായിട്ട് മാറുന്നു. അവൻ അഭിഷേകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ദൈവമില്ലാത്ത ഒരു സംസ്കാരത്തിൽ പൗരോഹിത്യത്തിന് സ്ഥാനമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നിലേക്ക് ജനത്തെ ഒഴിവാക്കി തന്നിലേക്ക് തന്നെ ചുരുങ്ങാനുള്ള പ്രവണതകളെയും ദൈവത്തെ ഒഴിവാക്കി മനുഷ്യന് വലിയ പ്രാധാന്യം കൊടുക്കാനുള്ള പ്രവണതകളെയും എല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപോലെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, യാക്കോബ് സ്വപ്നത്തിൽ കണ്ട കോവണി പോലെ ആകാശത്തിലേക്കും ഉയർന്നു നിൽക്കുന്ന, സ്വർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന, ഭൂമിയിൽ അടിസ്ഥാനമിട്ട ഒരു കോവണിയായിട്ട് മാറാൻ നമ്മുടെ വൈദികർക്ക് സാധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ യേശുദാസിനെ കുറിച്ചും നമ്മുടെ പ്രാർത്ഥന അതാണ്. ദൈവജനത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം അറിഞ്ഞ് അത് സ്വന്തമാക്കുന്ന ഒരു വൈദികൻ, ജനത്തിൻ്റെ ദാരിദ്ര്യം തൻ്റെ തന്നെ ദാരിദ്ര്യമാണെന്ന് കരുതി അത് മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വൈദികൻ, ജനം നിരാശപ്പെടുമ്പോൾ ആ നിരാശ തൻ്റെതാണെന്ന് വിചാരിച്ച് അവരെ നിരാശയിൽ നിന്ന് മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൈദികൻ, ജനത്തിന് കഷ്ടതകളും വേദനകളും ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികൻ, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴിവിട്ട് പ്രാർത്ഥിക്കാൻ മധ്യസ്ഥത വഹിക്കുന്ന ഒരു വൈദികൻ, ഏതറ്റം വരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല വൈദികനാകാൻ നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കന് സാധിക്കട്ടെ എന്ന്
നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും ഈ ഇടവക സമൂഹത്തെയും എല്ലാം പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. ചമ്പക്കുളം ഇടവകയിൽ നിന്ന് ഇനിയും ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.